ദൈവം നമ്മളോട് മാത്രമല്ല സ്വപ്നങ്ങളോട് സംസാരിക്കുന്നത്. ദൈവ പദ്ധതികൾക്ക് തടസ്സമായിട്ട് ആരെങ്കിലും വന്നാൽ അവരോടും ദൈവ സ്വപ്നത്തിലൂടെ സംസാരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച മോർണിംഗ് മന്നായുടെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. യാക്കോബ് ദൈവശബ്ദം കേട്ട് സ്വപ്നത്തിലൂടെയുള്ള ബഥേലിൻ്റെ ദൈവമാണ് ഞാനെന്നുള്ള ദൈവിക ഇടപെടൽ കേട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഇടപെടൽ കേട്ട് ഇറങ്ങിത്തിരിച്ച യാക്കോബ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവന് മുമ്പോട്ട് പോകാനുള്ള സുഗമമായൊരു പാതയല്ല അവൻ്റെ മുമ്പിൽ ഒരുങ്ങി വന്നിരിക്കുന്നത്. 3-ാം ദിവസമാണ് ലാബാൻ ഇത് കേട്ടത്. കാരണം യാക്കോബ് തൊട്ടത് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട ലാബാൻ ആ നന്മയുടെ ലാഭം അനുഭവിക്കുവാൻ വിദൂരങ്ങളിൽ പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടായിട്ട് യാക്കോബ് പുറത്തോട്ട് വരുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് ലാബാൻ അവനെ പിന്തുടരാൻ ആരംഭിച്ചു. 7-ാം ദിവസം ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് അവരെത്തപ്പെടുകയാണ്. 23-ാം വാക്യം, യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്ന് ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്നവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ഇന്ന് ഈ സന്ദേശം ആത്മനിയോഗത്തോടെ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ ഞാനിത് വിളിച്ചു പറയുമ്പോൾ, നിനക്കെതിരായിട്ട് പിന്തുടരുന്ന നാളുകളായിട്ട് പിന്തുടരുന്ന ചിലരോട് ലാസ്റ്റ് മൂമെൻറ്റുകളിൽ ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുവാൻ പോകുന്നു. സ്വീകരിക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഈ ദൂതിനെ സ്വീകരിക്കാമോ? ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി അടുത്ത നിമിഷങ്ങളിൽ അവരിൽ നിന്നുണ്ടാകും. 10 വട്ടം പ്രതിഫലം മാറ്റിയവനാ. പലവട്ടം സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം കൈമലർത്തിയവനാ ലാബാൻ. പക്ഷെ ഇപ്പോൾ യാക്കോബ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ദൈവനിയോഗപ്രകാരമാണ്. ഇപ്പോൾ യാക്കോബ് മുന്നോട്ട് നീങ്ങുന്നത് ദൈവത്തോടൊപ്പമാണ്. അപ്പോൾ അവന് വേണ്ടി നിൽക്കുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ കാര്യമാണ് ദൈവം പറയുന്നത്. ഇന്നലകളിൽ വരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ പോലും ആ ദൈവദൂതിൻ്റെ മുമ്പിൽ സമർപ്പിക്കാതെ നീ ഒരു യാക്കോബായിട്ട് മാത്രം നിലകൊണ്ടിരുന്നെങ്കിൽ, ആമേൻ, ദൈവത്തിൻ്റെ പരിശീലന കളരികളിലൂടെ, ദൈവത്തിൻ്റെ പാഠശാലകളിലൂടെ ദൈവം നിന്നെ കടത്തിവിട്ട് അടുത്തൊരു അനുഗ്രഹത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോകുന്നെന്നുള്ള ഒരു ദൈവിക ബോധ്യം തന്ന്, ഒരു ദൈവിക സ്വപ്നം തന്ന് നിന്നെ പുറത്തെടുക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക കരങ്ങളും നിന്റെ നന്മകളെ, ഇന്നലകളിൽ നിന്നെ കരിമ്പിൻ ചണ്ടി പോലെ ആക്കി നിന്നെ ചൂഷണം ചെയ്ത വ്യക്തികളും തടസ്സമായിട്ട് വരും. പക്ഷെ നീ അല്ല അതിനകത്ത് സംസാരിക്കേണ്ടത്. ദൈവം നിനക്ക് വേണ്ടി അവരോട് സംസാരിക്കും. ഒരു സംശയമില്ല. ദൈവം നിനക്ക് വേണ്ടി അവരോട് സംസാരിക്കും. ഇവിടെ ലാബാനോട് ദൈവം സംസാരിക്കുന്ന നമ്മൾ കാണുന്നത്. ആ സംസാരം എങ്ങനെ പോയെന്നറിയാവോ? നോക്കിയാ ഒന്നുകൂടെ ഞാൻ വായിച്ചേൽപ്പിക്കാം. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന്, നീ യാക്കോബിന് ഗുണമെങ്കിലും ദോഷമെങ്കിലും, കണ്ടോ, ഗുണവും പറയണ്ട ദോഷവും പറയണ്ട. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നീ ഗുണം പറഞ്ഞാൽ ശരിയാകത്തില്ല, ദോഷം ചെയ്താൽ ശരിയാകത്തില്ല. കാരണം ഇപ്പോൾ അവൻ എൻ്റെ പദ്ധതിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു, എൻ്റെ ഹിതത്തിലേക്ക് അവൻ എത്തപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവൻ്റെ ലൈഫ് ഇന്ന് മുതൽ തിരിയാനായിട്ട് പോകുകയാണ്. നിങ്ങളുടെ കാര്യം കർത്താവ് സംസാരിക്കുന്നത്. യെസ്, കഴിഞ്ഞ നിമിഷം വരെ നിൻ്റെ നന്മകളെ ചൂഷണം ചെയ്ത് നിൻ്റെ അനുഗ്രഹങ്ങളെ കൈവശപ്പെടുത്തി ചില ലാബാന്മാർ സമ്പത്തുണ്ടാക്കിയെങ്കിൽ, സമ്പന്നരായെങ്കിൽ, യാക്കോബേ, നിനക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോവാ. നിന്നിലൂടെ ദൈവത്തിൻ്റെ ഒരിടപെടൽ നടക്കാൻ പോവാ. ഇന്ന് വരെ കാണാത്തൊരു ദൈവിക ഇടപെടൽ, ഇതുവരെ കാണാത്തൊരു ദൈവിക ഇടപെടൽ സ്വർഗമാ ചെയ്യുന്നത്. ബോധ്യപ്പെടും. നീ ഒന്നും അതിനകത്ത് ചെയ്യാൻ പോകണ്ട. ദൈവ ഹിതമനുസരിച്ച് അങ്ങ് നിന്നാൽ മതി. ബാക്കി കർത്താവ് ചെയ്തോളൂ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വളരെ ആഴമേറിയ ദൈവശബ്ദം ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങയുടെ വ്യക്തമേറിയ ആലോചന ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും വചനത്തിൻ്റെ ഭയങ്കരമായ വിടുതലുകൾ വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.